നമ്മുടെ പഠനത്തിലെ അടുത്ത ആശയത്തിലേക്ക് നമ്മൾക്ക് തിരിയാം എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഇതുവരെ കണ്ടത് പൊതുജനനത്തിന്റെ അടയാളങ്ങളായി എത്ര കാര്യങ്ങളാണ്. എല്ലാവരും എന്നെ ശ്രദ്ധിച്ചിരിക്കണേ. കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനൊന്നും ഇപ്പൊ സമയം എടുക്കരുതേ. താങ്ക് യു. ഏതൊക്കെ വിഷയങ്ങളാണ്? വീണ്ടും ജനിച്ചവനെ തിരിച്ചറിയാനുള്ള എത്ര അടയാളങ്ങൾ? 3 അടയാളങ്ങൾ പറഞ്ഞു അല്ലേ? ഏതൊക്കെയാ? 1, വിശ്വാസ ജീവിതം ഉണ്ടായിരിക്കും. 2, ചൂടൊക്കെ ഉറക്കെ പറഞ്ഞ കുഴപ്പമില്ല, വിശുദ്ധ ജീവിതം ഉണ്ടായിരിക്കും. പിന്നെ 3-മത്തത്, ആ വ്യക്തിക്ക് ഒരു നീതിയുള്ള ജീവിതം ഉണ്ടായിരിക്കാം. നീതിയെക്കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ ഇപ്പോൾ തൊട്ടു മുമ്പ് നിർവഹിച്ചത്. 4-മതായി വീണ്ടും ജനിച്ചവനെ തിരിച്ചറിയാനുള്ള 4-മത്തെ അടയാളം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്ക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അപ്പോ ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ തിരിച്ചറിയാനുള്ള 4-മത്തെ അടയാളം എന്താ? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എന്ത് ചെയ്യും? സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഞാൻ വളരെ വിശദമായിട്ടൊന്നും പറയാൻ സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതേ തുടർന്ന് ഒരു വിഷയം കൂടെ നമ്മൾ ഈ പുസ്തകത്തിൽ ചിന്തിക്കുന്നുണ്ട്. വീണ്ടും ജനിച്ചവന്റെ അടയാളത്തിൽ 5 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. 4-മത്തതാണിത്. ഇനി ഒന്നുകൂടെ ചിന്തിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എനിക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവസ്നേഹത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്ന് ധ്യാനിച്ച് വരുന്നപ്പോൾ, അങ്ങനെ ധ്യാനിച്ച ഒരു പുസ്തകത്തെ ബേസ് ചെയ്താണെന്ന് പറയാൻ പറ്റില്ല, പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ട്. ധ്യാനിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്ക് തന്ന ചിന്തകളെല്ലാം കൂടെ ചേർത്ത് ഞാൻ എഴുതിയൊരു പുസ്തകമാണ് സ്നേഹത്തിനൊരു ഭാഷ്യം എന്ന പുസ്തകം. അത് ഇവിടെ നമ്മുടെ ബിജോയ് സോറിൻ്റെയിലുണ്ട്. വേറെ ആരുടെ കയ്യിലുണ്ടോ? സോറിൻ്റെ. അപ്പൊ അത് ഞാൻ സൗജന്യമായിട്ട് തരാൻ കിട്ടും. നീ എപ്പോഴേലും ആരെയും കാണാനൊരു സൗകര്യം ഉണ്ടാകും മറ്റോ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഓരോ വീട്ടിലേക്ക് ഓരോ പ്രതി ഞാൻ സൗജന്യമായിട്ട് തരാം. ദൈവസ്നേഹം. ഞാൻ പലപ്പോഴും ചിന്തിക്കുകയും ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുകയും പരാമർശിക്കപ്പെടുകയും എന്നാൽ അത്യാവശ്യം ഒരു കഷായത്തിന് ഒരു കഴഞ്ചു പോലും കിട്ടാത്തതുമായ സാധനത്തിന്റെ പേരാ അല്ലേ? എന്താ നിങ്ങൾ പറയണ്ട, ഞാൻ പറയാം. സ്നേഹം. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഈ തിരുവത്താഴം വെച്ചുള്ള ആരാധനാ സമയത്ത് വാഴ്ത്തിപ്പാടാനുള്ളത് മാത്രമല്ല സ്നേഹം, പിന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ളത്.
പൗലോസപ്പോസ്തലൻ 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, ഇത് ഇല്ലെങ്കിൽ ഒക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അതെടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രധാനമായിട്ടും ദൈവസ്നേഹം. ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന് പറയുന്നതിന് നമുക്ക് എളുപ്പമല്ലേ? ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന് പറയാൻ അതൊരു സത്യമാണ്, അല്ലേ? യാതൊരു വ്യത്യാസമില്ല. റോമാലേഖനം 5 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്, ഈ സ്നേഹം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. പെട്ടെന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവില്ല എന്ന് പെന്തക്കോസ്തുകാരൻ പറഞ്ഞാൽ നമ്മൾ വിടുവോ? ബ്രദറുകാരായ നമ്മളെ നോക്കിക്കൊണ്ട് ഒരു പെന്തക്കോസ്തുകാരൻ പറയാം നിങ്ങൾക്ക് ആത്മാവില്ല, നിങ്ങൾക്ക് പരിശുദ്ധാത്മാ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ വിടുവോ? ഇല്ല. ഈ പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ചെയ്ത ജോലി എന്താ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് ആദ്യം ചെയ്ത ജോലി എന്താ? റോമർ 5:5 എന്താ? ദൈവത്തിന്റെ സ്നേഹം ഇങ്ങോട്ട് പകർന്നൊഴിച്ചു തന്നു. അപ്പൊ ഒരാൾക്ക് ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? പറ സഹോദരന്മാരെ, പെട്ടെന്ന് തീർക്കണം, 7:45 തീർക്കണം. പറഞ്ഞേ, സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ബാക്കി പറ. ഇത് രണ്ടും കൂടെ ചേർത്ത് പറയാനല്ല പറഞ്ഞേ. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ടതാണെന്നുള്ളതിന്റെ പ്രകടമായ അടയാളം എന്താ? ഉത്തരം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത്. എന്താ? ദൈവസ്നേഹം. എന്റെ ഹൃദയത്തിൽ ഒരുപാട് കാര്യങ്ങൾ. ദൈവസ്നേഹത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാ? എണ്ണിയാൽ ഒടുങ്ങുകയല്ല പ്രിയപ്പെട്ടവരെ. ദൈവസ്നേഹത്തിന്റെ വ്യത്യസ്ത സവിശേഷതകൾ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധത്തിലാണ് ഉള്ളതാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളല്ല. ഗലാത്യർ 5:22 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളോ എന്നല്ല. പിന്നെ പരിശുദ്ധാത്മാവിന്റെ ഫലം സ്നേഹമാണ്. ബാക്കിയുള്ളത് എന്താ? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളല്ല. തൊട്ട് പിന്നെ പറഞ്ഞേക്കുന്നത് ഒന്ന് നോക്കി, ആ വാക്യം ഒന്നെടുത്തേ മക്കളെ, ഒന്ന് വായിച്ചു തന്നെ പ്ലീസ്. പരിശുദ്ധാത്മാവിന്റെ ഫലമോ സ്നേഹം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഫലം ഏകവചനത്തിലാണ് പറഞ്ഞേക്കുന്നത്. എന്താ? സ്നേഹം, അല്ലേ? അപ്പൊ പിന്നെ പറഞ്ഞേക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളോ എന്നല്ലേ പറയേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ ഫലമോ സ്നേഹം. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? സന്തോഷം, സമാധാനം, ദയ, പരോപകാരം. ഇത് പരിശുദ്ധാത്മാവിന്റെ ഫലമല്ലേ? ഫലങ്ങളല്ലേ? അല്ല. പിണങ്ങല്ലേ? അല്ല. പരിശുദ്ധാത്മാവിന്റെ ഫലം സ്നേഹമാണ്. സ്നേഹത്തിന്റെ ഫലങ്ങളാ തൊട്ടപ്പുറത്ത് പറഞ്ഞേക്കുന്നത്. സ്നേഹം ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഉപഫലങ്ങൾ അതാ പറഞ്ഞേക്കുന്നത്. സ്നേഹം ഉണ്ടെങ്കിൽ സന്തോഷം. ഞാൻ പ്രത്യേകിച്ച് പറയണോ? സ്നേഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? എൻ്റെ ദൈവമേ, സഹോദരനോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാം.
സന്തോഷം, സമാധാനം, അല്ലേ? ഏറ്റവും ഒടുവിൽ ഇന്ദ്രിയ സ്നേഹമുണ്ടെങ്കിൽ ഇന്ദ്രിയ ജയം ഉണ്ടായിരിക്കും. അതൊക്കെ വിശദീകരിക്കാൻ നിവർത്തിയില്ല, ഞാനിപ്പോൾ അത് അവിടെ നിർത്തുക. ഇനി ഞാൻ പറയട്ടെ, ദൈവസ്നേഹം ഏതൊക്കെ ദിശകളിലാണ് പ്രകടമാക്കേണ്ടത്? ദൈവസ്നേഹം പ്രകടമാക്കേണ്ട ദിശകൾ അഥവാ മേഖലകൾ എങ്ങോട്ടൊക്കെയാണ് നമ്മുടെ സ്നേഹം, ദൈവസ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്? ഒന്ന്, ദൈവത്തിന് തിരിച്ചു കൊടുക്കണം സ്നേഹം. കേട്ടോ? ദൈവം എന്നെ സ്നേഹിച്ചതിന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പകരം ദൈവത്തെ സ്നേഹിക്കണം. ഞാൻ ചുമ്മാ പറഞ്ഞാണോ ഇത്? ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാ? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. അതിനകത്ത് അപൂർണമായ ഒരവസരം ഉണ്ടാവുമ്പോഴല്ല, സമ്പൂർണമായ സ്നേഹം. സ്തോത്രം. ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത് നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞു. ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുക, നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക. രണ്ട്, നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന നമ്മുടെ കർത്താവായ യേശുവിനെ സ്നേഹിക്കുക. യേശു കർത്താവിനെ സ്നേഹിക്കുക. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തില് 13 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി മാത്രം, ഞാൻ ആ വചനം വാചകം അടിവരയിട്ട് പറയാ. ബാക്കിയുള്ളവരൊക്കെ കൂടെ ഉണ്ട്. കർത്താവ് ലക്ഷ്യമിട്ടിരിക്കുന്ന ആരെയാണെന്നറിയാമോ? ആരെ ശരിയാക്കണം? ഇവൻ ശരിയായ ബാക്കി 6 ശരിയാകും. ഒറ്റ ഒരുത്തൻ ശരിയായാൽ കൂടെ പോയിരിക്കുന്ന ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു പത്രോസ് പറഞ്ഞു. ബാക്കി 6 പറഞ്ഞ് ഞങ്ങളും പോരുന്നു. അപ്പൊ ഇവനെ എന്ത് ചെയ്യണം? ഇവനെ തിരിച്ചു കൊണ്ടുവന്നാൽ മറ്റേ 6 ശരിയാകും. ഞാൻ പറയുന്നത് അതുപോലെ ശ്രദ്ധിക്കണേ. ഒരു പിന്മാറ്റക്കാരന് ഒരിക്കലും തന്നെ പോത്തില്ല, കൂടെ 6 കൂടെ ഒലിച്ചോണ്ടേ പോവുള്ളൂ. ഞാൻ കള്ളം പറഞ്ഞാണ്, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. തന്നെ പോകത്തില്ല. പിന്നെ ഉണ്ടോ? ഒരു പത്രോസ് പോയണ്ണേ ബാക്കിയുള്ളവർ പറയും ഞങ്ങളും പോരുന്നു. കർത്താവ് പോയത് എന്തിനാണെന്നറിയാമോ? ഒറ്റ ശരിയായ ബാക്കിയെല്ലാം ശരിയാകും. അവനെ ശരിയാക്കണം. ആരെ? ശീമോൻ പത്രോസിനെ. ചെന്നേച്ച് കർത്താവ് വിളിച്ചവർ അത്ഭുതമൊക്കെ ചെയ്തിട്ട് കർത്താവ് വിളിച്ചത് കർത്താവ് മാറ്റിയിട്ട പേരല്ല വിളിച്ചത്. ഇതുവരെ ആ പുതിയ പേര് വിളിക്കാൻ ഇവൻ നോയിക്കേ, സോറി, എങ്ങനെ എഴുതിയിരിക്കുന്നത്? യോഹന്നാന്റെ മകനായ നീ ഇപ്പോഴും ആരാ? ജഡത്താൽ ജനിച്ച. നമ്മൾ ഈ ദൈവത്തിന് പഠിക്കുന്നത് സൂക്ഷ്മമായിട്ട് പഠിച്ചുകൊണ്ട് എന്ത് രസമെന്നറിയാമോ? എത്ര വലിയ സത്യങ്ങളാണ് അവിടെയൊക്കെ മറിഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. കർത്താവ് സൂക്ഷ്മതയില്ലാതെ വർത്താനം പറയുന്നതല്ല. അതുകൊണ്ട് ദൈവമക്കൾ വചനം സൂക്ഷിക്കുന്നവരാണെങ്കിലും പഠിപ്പിക്കുന്നവരാണെങ്കിലും ദൈവവചനം ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മതയോടെ വേണം അത് കൈകാര്യം ചെയ്യാൻ. കരുതിക്കുട്ടിയെ വിളിച്ചത് അല്ലേ? എന്താ?
യോഹന്നാന്റെ മകനായ ശീമോൻ. ഇനി കരയെക്കൂട്ടി വിളിക്കുക മാത്രമല്ല, തൊട്ട് മുമ്പ് ഇവൻ കരയിലോട്ട് ആദ്യം പിന്നെ നീന്തി കയറി വന്ന ആരാ? പടയിൽ നിന്ന് ചാടി അരയിൽ അങ്കിയെടുത്ത് ചുറ്റി കടലിൽ ചാടി ആദ്യം നീന്തി കയറി വന്ന ആരാ? പത്രോസ്. ഇവന് കരയിലോട്ട് വന്നതും നോക്കിയപ്പോ കണ്ടത് എന്താ? തീക്കനലും അതിൻ്റെ മേൽ മീനും ഇരിക്കുന്നല്ലേ. എന്താ ആദ്യം കണ്ടത്? നിങ്ങൾ ആരും ഇത് വായിച്ചിട്ടില്ലേ? ഇപ്പൊ ആദ്യം കണ്ടതെന്താ? തീക്കനലാണ് കണ്ടത്. കർത്താവിന് ഒരു മീനൊക്കെ ചുട്ട് റെഡിയാക്കി, അപ്പോൾ എല്ലാം റെഡിയാക്കി നേരത്തെ വെക്കി. ഈ തീ അവിടെ വെച്ചേക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തിനാ വെച്ചത്? അവൻ്റെ അകത്ത് ഒരു കൊട്ട തീ വീണു. എന്താ? ചില ദിവസങ്ങൾക്ക് മുമ്പ് ലോകമൊരുക്കി ഒരു തീയുടെ മുമ്പിൽ വെച്ചാണ്. നീ എവിടെ വെച്ച് തള്ളി പറഞ്ഞോ, അതേ ആ സാഹചര്യത്തിൽ നീ എന്നെ ഏറ്റുപറയണം. കണ്ടോ? ചില സാങ്കേതിക കാരണങ്ങളാൽ ചില ആഴ്ചകളായിട്ട് എനിക്ക് കൂട്ടായ്മയെ പങ്കുകൊള്ളാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട. ഈ വെളച്ചിലൊക്കെ അങ്ങ് പോക്കറ്റ് വെച്ചാൽ മതി. നീ യഥാസ്ഥാനപ്പെടുന്നോ? എവിടെ വെച്ച് വീണോ അവിടെ നിന്ന് നീ എഴുന്നേൽക്കണം. എന്നെ നോക്കിയേ, യോഹന്നാന്റെ മകനായ ശീമോൻ. ആ വിളിക്കാത്തതിന് ഒരു പാഠമുണ്ടല്ലേ. വിളിച്ചേച്ച് ചോദിക്കുന്നത് എന്താ? എൻ്റെ വിഷയം അവിടാണ് കിടക്കുന്നത്. ഞാൻ അവിടേക്ക് മടങ്ങി വരാം. എത്ര പ്രാവശ്യം ചോദിച്ചു? 3 പ്രാവശ്യം. ഇവൻ എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞു? 3 വട്ടം നീ തള്ളി പറഞ്ഞെങ്കിൽ 3 വട്ടം നീ ഏറ്റു പറയണം. കേട്ടോ? ചുമ്മാതെ സാങ്കേതിക കാരണം പറഞ്ഞേച്ച് ഇതിനകത്ത് ഒന്നും കൈനീട്ടരുത്. ഇതാ യഥാസ്ഥാപനം എന്ന് പറയുന്നത്. റെക്കൺസിലിയേഷൻ, നിരപ്പ് വരിക. കർത്താവ് ഒരിക്കലും ഒരു ഉപരിതലത്തിലൂടെയുള്ള ഒരു രൂപാന്തരത്തിന് കർത്താവ് തയ്യാറല്ല. രൂപാന്തരപ്പെടുന്നെങ്കിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് രൂപാന്തരം സംഭവിക്കണം. അവനെ യഥാസ്ഥാനപ്പെടുത്തുകയാണ് കർത്താവ്, അല്ലേ? 3 പ്രാവശ്യം ചോദിച്ചു. ചോദ്യം എന്ന് പറഞ്ഞ മക്കളെ, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കണ്ടോ? അപ്പച്ചൻ മനസ്സറിയാതെ ഇങ്ങനെ ചോദ്യം ചോദിക്കുമെന്ന് വിചാരിച്ചില്ല, അല്ലേ? ഇരുട്ട തടി കൊണ്ടുപോലെ. കഥാപച്ചൻ എന്താ ചോദിച്ച ശീമോൻ പത്രോസിനോട്? നീ ഇവരിൽ അധികമായി. ഇനി മൂലഭാഷയിലേക്ക് വെച്ചാൽ നീ ഇവയിൽ അധികമായി. എന്നെ പത്രോസേ, എനിക്ക് വേണ്ടത് നിന്റെ സ്നേഹമാണ്. സ്നേഹിച്ചാലും പോരാ, പിന്നെ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നവ. ഇതൊക്കെ ധ്യാനിക്കുമ്പോ എന്റെ ഉള്ളു കത്തും, എന്റെ കണ്ണ് നിറയും. എന്റെ കർത്താവിന് എന്റെ സ്നേഹമല്ല വേണ്ടത്. ഈ കാര്യത്തിൽ കർത്താവ് സ്വാർത്ഥതയുള്ളവനാ. എന്താ? എല്ലാവരെക്കാളും ഉപരി ബാക്കിയെല്ലാം എനിക്ക് 2ാം സ്ഥാനമാണ്. ശിഷ്യത്വത്തിന്റെ അവസ്ഥ പറയുന്നുണ്ടെങ്കിൽ കർത്താവ് തന്നെ പറഞ്ഞു, ഇതാ എന്റെ അപ്പനേക്കാൾ, അമ്മയേക്കാൾ,
നിന്റെ ജീവിത പങ്കാളിയേക്കാൾ, നിന്റെ മക്കളെക്കാൾ, ഞാൻ പറഞ്ഞ ചൊടി പറഞ്ഞു, നിന്റെ ജീവനേക്കാൾ ഉപരി. സ്തോത്രം. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന സ്നേഹം നമ്മുടെ ജീവനെ നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ. ഇതൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമായിരിക്കും അല്ലേ? നമ്മൾ വേർപാടുകാരാണല്ലോ. ഇതൊക്കെ പാലിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ടി കെ സപ്പച്ചൻ എഴുതിയത്, നിന്നേക്കാൾ സ്നേഹിക്കാൻ എന്നോട് ആയുസ്കി. ഇത്രയ്ക്ക് സ്നേഹിച്ച എന്റെ കർത്താവിനെ ഞാൻ എന്ത് തിരിച്ചു കൊടുത്ത് സ്നേഹിക്കാൻ പറ്റും? തൻ്റെ ജീവനേക്കാൾ എന്റെ കർത്താവ് എന്നെ സ്നേഹിച്ചു. അതാ കർത്താവ് തിരിച്ചു ചോദിക്കുന്നത്, ദാ നിന്റെ ജീവനേക്കാൾ നീ എന്നെ സ്നേഹിക്കണോ? ശീമോൻ പത്രോസിനോട് കർത്താവ് ചോദിക്കുകയാണ്, നീ ഇവരെക്കാൾ ഉപരി എന്നെ സത്യസന്ധമായിട്ടെന്ന് പറയാമോ? ദാവീദ് പറഞ്ഞ പോലെ, എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇതാ ആരാധന കേട്ടോ, ശരിക്കുമുള്ള ആരാധന. ഒരു സ്ത്രീ വന്ന് കർത്താവിന്റെ കാൽക്കലിരുന്ന് കരഞ്ഞ് ആ കണ്ണുനീര് ആ കാലിൽ ഒഴിച്ച് തലമുടി കൊണ്ട് തോർത്തിയ രംഗത്ത് യേശു കർത്താവ് ശീമോനെ വിളിച്ച് പറഞ്ഞു എന്താണെന്നറിയാമോ? ഇവൾ എന്നെ അധികം സ്നേഹിച്ചു. ആരാധന എന്താ? ശരിക്കുമുള്ള ആരാധന എന്താ? അധികം കർത്താവിനെ സ്നേഹിക്കുന്നതാണ് ആരാധന. തിരുവത്താഴത്തിൽ പങ്കുകൊണ്ടാൽ ആരാധനയായി ആരും വിചാരിക്കരുത്. ഇതാ ശരിക്കുമുള്ള ആരാധന. സ്തോത്രം. ശീമോൻ പത്രോസിന്റെ കാര്യം നമ്മൾ ചിന്തിക്കുക അല്ലേ? കർത്താവ് ചോദിച്ചു, എന്താ നീ ഇവയിലധികമായി എന്നെ? മക്കളെ, എല്ലാവരോടും ഞാൻ പറയാണ്, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ, സഭയിലെ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർ, എല്ലാവരോടും ഞാൻ വ്യക്തമായി പറയുകയാണ്, ഞാനല്ല കർത്താവ് പറയുന്നത്. ശീമോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഞാൻ എൻ്റെ ഗ്രീക്കൊന്നും പറയാൻ പോകുന്നില്ല കേട്ടോ. ഞാനങ്ങ് തുറന്നു പറയാം. ഇയാളോട് പറഞ്ഞ എന്താണെന്നറിയാമോ? 3-ാം വട്ടം ചോദിച്ചപ്പോ പത്രോസ് തകർന്നുപോയി. പത്രോസ് പറയാ, കർത്താവേ, ഞാൻ അബദ്ധത്തിൽ നിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്, നിനക്ക് അനിഷ്ടമായ കാര്യങ്ങൾ എന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതേണ്ട, ഈ ഹൃദയം നിന്റെ കയ്യിലോട്ടെടുത്ത് പൊട്ടിച്ചു നോക്ക്, ഇതിനകത്ത് നിറച്ച് നിന്നോടുള്ള സ്നേഹം. അതാ പറഞ്ഞ, നീ സകലവും പറയും. എനിക്ക് സ്നേഹമുണ്ട് കർത്താവേ, ഞാൻ വീണുപോയതാ കർത്താവേ. ഇവിടെ കർത്താവ് പറഞ്ഞത്, എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക. ഞാൻ എന്തിനാ ഇത് രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞെന്നറിയോ? അത് കർത്താവാ പറഞ്ഞത്, ഞാനല്ല. ഇത് രണ്ടും കൂടെ ഞാൻ ചേർത്ത് പറഞ്ഞ എന്തിനാന്നറിയാമോ? സ്തോത്രം. കർത്താവ് സ്നേഹിക്കുന്ന കർത്താവിനെ സ്നേഹിക്കുന്നവർ മാത്രം കർത്താവിന്റെ വേല ചെയ്താൽ മതി. അത് കുഞ്ഞാടുകളെ പാലിക്കുന്നതാണെങ്കിൽ, ഞാൻ അതിനൊരു വ്യാഖ്യാനം കൊടുക്കുക. ആ വ്യാഖ്യാനം എത്ര കണ്ട് ശരിയാണെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ പറയുക, സൺഡേ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്നതാണെങ്കിലും കുഞ്ഞാടുകളെ പാലിക്കുന്നതാണെങ്കിലും ആര് ചെയ്താൽ മതി? പഠിപ്പിക്കാൻ അറിയാവുന്നവരല്ല, പിന്നെ പഠിപ്പിക്കാൻ കഴിവുള്ളവരല്ല, പിന്നെ കർത്താവിനെ സ്നേഹിക്കുന്നവർ.
കർത്താവിനെ സ്നേഹിക്കാതെ ചെയ്യുന്ന ആത്മീക ശുശ്രൂഷകൾക്കൊക്കെ സ്വർഗത്തിലെ കർത്താവ് നൽകിയിരിക്കുന്ന മാർക്കൊരു വലിയ വട്ടപ്പൂജയാണ്. ശുശ്രൂഷകൾ ചെയ്യേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അനേക ആളുകൾ, ക്ഷമിക്കണം ഞാൻ ഈ കാര്യങ്ങൾ പറയും, അനേക ദൈവദാസന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നശിച്ചു പോകുന്ന ആത്മാക്കളോടുള്ള സ്നേഹവും ഭാരവും നിമിത്തമാണ് ഞാൻ സുവിശേഷ വേല ചെയ്യാൻ തീരുമാനിച്ചത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ കർത്താവിന് എന്നെ സമർപ്പിച്ചത് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം കൊണ്ടല്ല. ആ ഭാരം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ സത്യം എൻ്റെ കർത്താവിനോടുള്ള സ്നേഹം തിരിച്ചെങ്ങനെ, ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? ആരും നമ്മളെ ജീവിതത്തിൽ സ്നേഹിച്ചിട്ടില്ല. യേശു കർത്താവിനെ സ്നേഹിക്കുക. ഞാനവിടെ അങ്ങ് നിർത്തി മടങ്ങി വരിക. ഒരാത്മിക ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷ ചെയ്യുന്നയാള് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത്? കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ. മൂന്നാമത്, നമ്മുടെ സ്നേഹത്തിൻ്റെ വ്യത്യസ്ത ദിശകളാണ്. ഒന്ന്, ദൈവത്തോട്. രണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിനോട്. മൂന്നാമത്, ഞാൻ മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവമക്കളുടെ കാര്യമാണ്. അടുത്ത് പിന്നെ പറയാം. ദൈവമക്കൾ തമ്മിലുള്ള, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. ഞാൻ ഈ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് ശരിയായ തോതിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. എന്താ ഈ വിശ്വാസികൾ പരസ്പരമുള്ള സ്നേഹം? അഞ്ചാമത്തെ ഒന്നും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ രക്ഷിക്കപ്പെട്ട കാലഘട്ടത്തിൽ, അന്ന് ഞാൻ സുവിശേഷമൊന്നും ആയിട്ടില്ല, ആ കാലഘട്ടത്തിൽ വായിച്ച ഒരു പുസ്തകമുണ്ട്, കർത്തൃത്വത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം. ആ പുസ്തകം ഒരു ആഥൻസിൽ ജീവിച്ചിരുന്ന ഒരു പാസ്റ്റർ എഴുതിയ പുസ്തകം. പെന്തക്കോസ്തുകാരൻ, ബ്രദറെന്നല്ല, പെന്തക്കോസ്തുകാരൻ എഴുതിയ പുസ്തകമാണ്. ലോർഡ്ഷിപ്പിനെ കുറിച്ച്, കർത്തൃത്വത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്ത് ഒരു ചാപ്റ്റർ, എനിക്ക് ആദ്യം ഈ ടൈറ്റിൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല, അത്രയ്ക്ക് വലിയ ഇംഗ്ലീഷൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളോട് ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ, ദ മാഷ്ഡ് പൊട്ടറ്റോ ലവ്, അതാണ് ടൈറ്റില്. ദ മാഷ്ഡ് പൊട്ടറ്റോ ലവ്. പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആണ്ടി ഉരുളക്കിഴങ്ങ്. ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് കുഴച്ച് മസാലയൊക്കെ ചേർത്ത് എടുക്കുന്നത്. ഈ പിന്നെ ഭൂരിയുടെ കൂടെ കിട്ടുമല്ലോ, അതാണ് മാഷ്ഡ് പൊട്ടറ്റോ. ഇത് ഈ മാഷ്ഡ് പൊട്ടറ്റോ ആയി കുഴച്ചെടുക്കുകയല്ലേ. ഇതിനു മുമ്പ് ഇത് ഏതൊക്കെയാ പല വയലിലുണ്ടായതാണ്, അവിടുന്ന് പറിച്ചെടുത്തു. അപ്പോഴും ഇത് പലതാണ്. പല കൊട്ടയ്ക്കകത്ത് കയറി, പല കൊട്ടയ്ക്കകത്താണ് കയറിയിട്ട് പല ചാക്കിനകത്താവുന്നു. എവിടെ? മണന്തുരുത്തി ചന്തയിൽ. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും പലതാണ് അല്ലേ. മുറിച്ച് എല്ലാം റെഡിയാക്കി അടുപ്പത്ത് വെച്ച് കുഴച്ച് കഴിഞ്ഞപ്പോൾ ഏത് വയലിലാണ് ഇത് വിളഞ്ഞേ? ഏത് കൊട്ടയിലാണ് ഇത് കയറിയേ? ഏത് ചാക്കിനകത്ത് ഇതിനെ കൊണ്ടുവന്നേ? ഇപ്പൊ എങ്ങനെയിരിക്കുക? ഞാൻ വായിച്ചിട്ട് അത്ഭുതപ്പെട്ടു പോയി. ആ ദൈവദാസന്റെ ചിന്ത, പലരായ നാം
ഒന്ന്. ഞാൻ ഇന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ. ഷാജി അല്ല, പിന്നെ സാജന പേരല്ലേ. സ്തോത്രം. സാജന് വേദനിച്ചാൽ ഏതാണ്ട് 80 കിലോമീറ്റർ അകലെ ഇരിക്കുന്ന തമ്പാച്ചന് നോവും. എൻ്റെ വീട്ടിലൊരു വേർപാട് നടന്നാൽ ഞാൻ അനുഭവിക്കുന്ന വേദന മുടന്തിരത്തിലിരിക്കുന്ന ദൈവം. സ്തോത്രം. നോവോ സോര? വേദന ഉണ്ടാകാറുണ്ടോ? അതോ അവനത് വരേണ്ടതായിരുന്നു, അവക്കത് ഇത്രയും പോരായിരുന്നു? എന്റെ പേരെന്താ? ഈ മനോഭാവത്തിന്റെ പേരെന്താ? ഇവര് ദൈവമക്കളാണ്? ഇവര് ദൈവപുത്രന്മാരാണോ? ഇനി പോട്ടെ, ദൈവശിക്ഷ ഒരാൾക്കുണ്ടായെന്നിരിക്കട്ടെ, ഒരു യഥാർത്ഥ ദൈവം എന്ത് ചെയ്യും? മനസ്സിലായോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിലോട്ടൊക്കെ ഈ തിരുവത്താഴത്തിലോട്ടൊക്കെ കൈ നീട്ടുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ശരിയാകണം. എനിക്ക് വീട്ടിൽ കിടന്നാൽ ഉറക്കം വരാതിരുന്നാൽ ചിലതെന്നല്ല, ഉറക്കം വരാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണുനീര് കാണുമ്പോൾ, അവരുടെ വേദന കാണുമ്പോൾ. എന്നെക്കുറിച്ച് ഒരു വലിയ പരാതി എന്താണെന്നറിയാമോ? ആ പുള്ളി പെട്ടെന്ന് കരയുമെന്നുള്ള ആ പരാതി എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എൻ്റെ കർത്താവ് സ്വഭാവക്കാരനായിരുന്നു. ഞാൻ ദൈവജനത്തിൽ നിന്ന് ബിജോയ് സാറിനോട് പറഞ്ഞു, ഞാൻ ഇന്നലെയാണെന്ന് തോന്നുന്നു പറഞ്ഞു, ഇന്ന് രാവിലെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചെന്ന് പറഞ്ഞു. ദ ടീയേഴ്സ് ഇൻ ദ ബൈബിൾ, ദൈവാത്മാവ് എന്നെ കൊണ്ടുപോയൊരു പഠനം, ബൈബിളിലെ കണ്ണുനീര്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? വേദപുസ്തകത്തിലെ കരഞ്ഞു എന്നല്ല, കണ്ണുനീര്. ഒരു ദൈവവൈതലിന്റെ കണ്ണുനീരിന് വിലയുണ്ട്. ഞാൻ അവിടെ കൊണ്ട് നിർത്തുക. ചിലർക്ക് കരയിപ്പിക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്, അല്ലേ? അത് ദൈവ സ്വഭാവമല്ല. നിങ്ങൾ തമ്മിൽ നമുക്കിതൊക്കെ ഒന്ന് ശരിയാക്കാവുന്ന ഈ ക്ലാസ് നമ്മൾ കേൾക്കുന്നുണ്ട്. വിശ്വാസ ജീവിതം, വിശുദ്ധ ജീവിതം, നീതിയുള്ള ജീവിതം, സ്നേഹമുള്ള ജീവിതം, ഇതൊക്കെ ഒന്ന് ശരിയാക്കാം. ആ ഇടിഞ്ഞ് താഴെ കിടക്കുന്ന കല്ലൊക്കെ എടുത്തൊന്ന് വച്ച് ആ യാഗപീഠത്തെ ഒന്ന് ക്രമീകരിക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? യാഗം അർപ്പിക്കാം. നാലാമത്തെ സ്നേഹം, അതാണ് നശിച്ചു പോകുന്നവരെ കുറിച്ചുള്ള ആത്മഭാരം. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറയട്ടെ. ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോൾ ഞാൻ എൻ്റെ പഠനമുറിയിലിരുന്ന് വേദപുസ്തകത്തിൻ്റെ മുമ്പിൽ നിന്ന് ഉറക്കെ കരഞ്ഞാണ് ഞാൻ ആ ദൈവവചനം, എന്നോടുള്ള ആ ദൈവത്തിൻ്റെ ദൂത് ഞാൻ സ്വീകരിച്ചു. എന്താണെന്നറിയാമോ? നരകത്തിൽ കിടന്ന് ഒരുത്തം പറയുക, എന്താ, ലാസറിനെ എൻ്റെ അടുക്കലോട്ട് വിടണമെന്ന് പറഞ്ഞു, വിടത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ബ്രാഹ്മിതാവ് ഒരു കാര്യം ചെയ്യണേ,
ലാസറിനെ ഇങ്ങോട്ട് വിടത്തില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ലാസറിനെ എൻ്റെ അപ്പൻ്റെ വീട്ടിലോട്ടൊന്ന് വിട്. എന്തിനാ? എൻ്റെ 5 സഹോദരന്മാർ ഇങ്ങോട്ട് വരാനാ. ഉണ്ടോ? നരകത്തിൽ കിടന്ന് നിലവിളിക്കുന്ന ആത്മാക്കളുടെ നിലവിളി, തമ്പാച്ച എന്റെ വീട്ടില് എന്റെ സഹോദരങ്ങൾ അവര് മരിച്ചാൽ ഇവിടെയാ വരുന്നത്, നീ എന്റെ വീട്ടിലോട്ടൊന്ന് ഓഹോ. ധാരണ നിലവിളിയാ. നഷ്ടപ്പെട്ട ഭാവിയുടെ നരകത്തിൽ നിന്നുള്ള നിലവിളിയാണ്. ആർക്ക് നേരെ? എന്റെയും നിങ്ങളുടെയും നേരെയുള്ള നിലവിളിയായത്. ഇത് കേൾക്കുന്നവരാണ് എന്ത് ചെയ്യേണ്ടത്? സുവിശേഷവുമായിട്ട് പോകേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ചോദിക്കുക, ഒരു വട്ടമെങ്കിലും ഈ നിലവിളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടുണ്ട്, ആരെ ഞാൻ അയക്കണം, ആരെനിക്ക് വേണ്ടി, ആർ നമുക്ക് വേണ്ടി. ഈ ചോദ്യം. പക്ഷേ ഈ നരകത്തിൽ കിടക്കുന്നുണ്ട് നിലവിളി, നീ എൻ്റെ വീട്ടിലോട്ടൊന്ന് പോ, എനിക്ക് വന്ന ഈ ഗതി എൻ്റെ വീട്ടിലുള്ളവർക്ക് വരരുത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ. സഹോദരിമാരുടെ ഹൃദയത്തിലൊക്കെ ഇത് ഈ നിലവിളിയൊക്കെ കേൾക്കുന്നുണ്ടോ? നമ്മുടെ കാര്യം സ്വസ്ഥമായല്ലേ? കർത്താവ് വന്നാ മതി, പോകാൻ റെഡിയാ. സുവിശേഷത്തിന്റെ സാക്ഷികളാണ് മക്കളെ. ഞാൻ എൻ്റെ മക്കൾക്ക് തുല്യം സ്നേഹിക്കുന്ന എൻ്റെ ആൺമക്കളോട് ഞാൻ പറയുക, ഈ വലിയ ജോലിയൊക്കെ ചെയ്ത് നിങ്ങളിവിടെ കാശൊന്നും ഉണ്ടാക്കി നിങ്ങളുടെ അപ്പനമ്മമാർക്ക് കൊടുത്തില്ലേലും ആരും പടങ്ങരുത്. പിന്നെ കാശ് മുടക്കി പണി പിന്നെ പഠിക്കാൻ വിട്ടേക്കുന്ന ഈ ഭാരം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഈ നിലവിളി നിങ്ങൾ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാന കാര്യം അവരുടെ അടുക്കലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. കർത്താവ് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുന്നെങ്കിൽ, ദൈവാത്മാവ്, ഒരു സമർപ്പണത്തിന്റെ സമയമാണ് ഇത്. നശിച്ചു പോകുന്ന ആത്മാക്കളോടുള്ള സ്നേഹം. 5 ദൈവവചനത്തോടുള്ള സ്നേഹം. 119 സങ്കീർത്തനകാരൻ പറയും, ഞാൻ നിന്റെ വചനത്തെ പ്രിയപ്പെടുന്നു, എനിക്ക് നിന്റെ വചനത്തോട് സ്നേഹമാണ്. രക്ഷിക്കപ്പെട്ട ഒരാളിനെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ അടയാളം സ്തോത്രം അവർക്ക് വചനത്തോട് ഇഷ്ടമാണ്. വചനം കേട്ടാൽ തികത്തില്ല, വചനം വായിച്ചാൽ, വചനം പഠിച്ചാൽ തികത്തില്ല. ഇവിടെ ഒരു പിതാവിൻ്റെ പിമ്പിലിരിപ്പുണ്ട്, എൻ്റെ പുസ്തകമൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഭയങ്കര വായനക്കാരനാണ്. എന്താ കാരണം എന്നറിയാം? കർത്താവിൻ്റെ വചനത്തോടുള്ള സ്നേഹം. സ്തോത്രം. സമയമില്ല ബ്രദറെ. എന്തിനാ? ഏതിനു മാത്രമാണ് സമയമില്ലാത്ത? എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഈ വചനവുമായിട്ട് അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങിയുണ്ടല്ലോ, ഇതിനകത്തൊന്ന് പിരിഞ്ഞിരിക്കാനുള്ള, ഞാൻ ഒരല്പം പോലും, 1% പോലും അതിശയോക്തി കൂടാതെ പറയട്ടെ, ഞാൻ കിടക്കുന്ന എൻ്റെ കിടക്കയിൽ പോലും എൻ്റെ മനസ്സ് നിറയെ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടാണ്
ഞാൻ നിദ്രയിലേക്ക് പോകുന്നത്. പൊങ്ങച്ചം പറയല്ല കേട്ടോ, അങ്ങനെ ആരും വിചാരിക്കരുത്. ദൈവവചനത്തോടുള്ള സ്നേഹം. ഒടുവിൽ ആറാം, ശത്രുക്കളോടുള്ള സ്നേഹം. നമ്മൾ മുമ്പേ വായിച്ച ഗിരിപ്രഭാഷണം, അതില് 5-ാം അധ്യായം അല്ലേ? ഏതാ 5? മത്തായി 5-ാം അധ്യായത്തിന്റെ ഒടുവിൽ അതിന്റെ ക്ലൈമാക്സിൽ കർത്താവ് ആ ഗിരിപ്രഭാഷണത്തിന്റെ ക്ലൈമാക്സിൽ കർത്താവ് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? 43-ാം വാക്യം. അവിടെ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി പറഞ്ഞിട്ടുണ്ട്. ആദ്യം എന്താ? കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ വായിക്കുക. ഇതാരുടെ നീതിയാണ്? ശാസ്ത്രിമാരുടെയും. നിന്റെ കൂട്ടുകാരനെ നീ സ്നേഹിച്ചോണം, ശത്രുവിനെ വായിക്കണം. ഇവിടെ കർത്താവ് പറയുന്നത്, നിങ്ങള് സ്നേഹിക്കുക എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക. ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ചില പ്രയാസങ്ങളൊക്കെ വരും കേട്ടോ. ഈ ചിലരുടെ ഈ മക്കളെ അപ്പച്ചൻ നോക്കിയിരിക്കും, ഞാൻ ചോദ്യം ചോദിക്കുമേ മീറ്റിംഗ് കഴിയും. ചിലരുടെ ചെയ്തികളും പ്രവർത്തനങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു വല്ലാത്ത ധാർമ്മിക രോഷം ചിലപ്പോഴ് സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകും. ധാർമ്മിക രോഷം എന്നതിന് പറയാം. പക്ഷെ അപ്പം നമ്മൾ കണക്കാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അന്നേരം നമ്മൾ ആശ്വസിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തത്, അവൻ വീണ്ടും ജനിച്ചത്, ഈ പറയുന്നവനൊക്കെ വീണ്ടും ജനിച്ചവൻ ഞാൻ തന്നെ പറഞ്ഞോളാം. വീണ്ടും ജനിച്ചതായിരിക്കുകയല്ല. വീണ്ടും ജനിച്ചവനാണെങ്കിൽ ഇങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ സമാധാനിക്കണം. പിന്നെ ഈ ശത്രുക്കളെ, എൻ്റെ കുടുംബ പ്രാർത്ഥനയും ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പണ്ട് മുട്ടുകുത്തിയേ പ്രാർത്ഥിക്കുള്ളായിരുന്നു. ഇപ്പം ശരിക്കും തമ്പുരാൻ കാലയിലൊക്കെ പിടിച്ചോണ്ട്, ഇന്നിവിടെ നിങ്ങളെ സഹോദരങ്ങളെല്ലാവരും താഴെ ഇരുന്നപ്പം ഭയങ്കര കുറ്റബോധത്തോടുകൂടെ ഞാൻ ആ കസേര ഇരുന്നത് കേട്ടോ. എൻ്റെ ആയ കാലത്ത് മൊത്തം ഞാൻ ഒരു 3-4 വർഷമേ ആയിട്ടുള്ളൂ ഈ താഴെ ഇരിപ്പ് പറ്റാതെ വന്നിട്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് മുട്ട കുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശത്രുക്കളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാറുള്ളത്. അവരുടെ മണ്ടേ തീയിറങ്ങാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? കർത്താവ് പഠിപ്പിച്ച പ്രമാണമാണ്, ശത്രുവിനെ സ്നേഹിക്കണം. അവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, പിന്നെ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മറ്റൊരു വാക്ക് അവിടെ ഇല്ലയോ, ശപിക്കാതെ അനുഗ്രഹിക്കണം. ആ ഭാഗത്തുണ്ടോ? ഇല്ല, ആ ഭാഗത്തല്ല, വേറെ സ്ഥലത്തായിരിക്കാം പറഞ്ഞേക്കുന്നത്. എന്താ? അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ശപിക്കാതെ അനുഗ്രഹിക്കണം. 3 പ്രധാനപ്പെട്ട കൽപ്പനകൾ കർത്താവ് പറഞ്ഞു. 1, ശത്രുക്കളെ സ്നേഹിക്കണം. 2, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 3, അവരെ ശപിക്കാതെ അനുഗ്രഹിക്കണം. ചിലരങ്ങ് അനുഗ്രഹിക്കും. എന്താ കാര്യം എന്നറിയാമോ? റോമാലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ? നീ അങ്ങനെ ചെയ്താൽ നിന്റെ ശത്രുവിന്റെ തലയില്
അതിറങ്ങാൻ വേണ്ടിയാ ഇവൻ എന്ത് ചെയ്യുന്നത്, അനുഗ്രഹിക്കുന്നത്. ഒരു ഗുണം വരാൻ വേണ്ടിയല്ല. അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ വേറെയാ. ഞാനത് ഈ സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആശയങ്ങൾ ചുരുക്കി ഞാൻ പറയട്ടെ. ശത്രുക്കളെ സ്നേഹിക്കണം. കർത്താവ് പറയുന്ന ആ വാചകം ഞാൻ അങ്ങ് വായിച്ചു വിടാം. 46-ാം വാക്യം നോക്കി. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചു എന്ന് വിചാരിക്കുക, നമ്മൾ ഏത് ലെവല് വരെ, ഏത് സ്റ്റാൻഡേർഡ് വരെ ഉയർന്നു എന്നറിയാമോ? നോക്കിയേ, ചുങ്കക്കാരും നമ്മളെത്രയായി? ചുങ്കക്കാരുടെ ലെവല് വരെയായി. എന്താ? സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ. 2, സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം? ജാതികളും ഇപ്പം ജാതികളുടെ സ്റ്റാൻഡേർഡ്. പിന്നെ ആകയാൽ നിങ്ങളുടെ, നമ്മൾ ഏത് സ്റ്റാൻഡേർഡിലാണ് എത്തേണ്ടേ? സ്വർഗീയ പിതാവിൻ്റെ. ഈ സ്വർഗീയ പിതാവിൻ്റെ സ്റ്റാൻഡേർഡ് കണ്ടോ? സ്വർഗീയ പിതാവിൻ്റെ സ്റ്റാൻഡേർഡ് കണ്ടോ? എന്താ? 45-ാം വാക്യം. സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി, നമ്മുടെ വിഷയം അതാ, പുത്രന്മാരായി തീരുക. പുത്രന്മാരായി തീരുവാൻ തീരേണ്ടതും തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും. ഈ ലെവലിലെത്തണോ നമ്മളെ? ആരുടെ ലെവലിലെത്തണം? ഒരു ചുങ്കക്കാരന്റെ ലെവലിലല്ല, ഒരു വിജാതീയന്റെ ലെവലിലല്ല. പിന്നെ സ്വർഗസ്വനായ നമ്മുടെ പിതാവിന്റെ സ്റ്റാൻഡേർഡിലുള്ള സ്നേഹത്തിൽ നമ്മൾ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? 2 കൂട്ടരെയും ഒരുപോലെ സ്നേഹിക്കണം. മഴ പെയ്യിക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം? മഴ കൊടുക്കണം. 2 കൂട്ടർക്കും മഴ കൊടുക്കണം. സൂര്യനെ ഉദിപ്പിക്കാൻ പറ്റുമെങ്കിൽ 2 കൂട്ടർ. മനസ്സിലാകുന്നോ? സഹോദരിമാരും തലയൊന്നും ആട്ടുന്നില്ല അല്ലേ? മനസ്സിലാകുന്നോ? സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ അടയാളം സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സമയല്ലേ? 5-ാമത്തെ ടെസ്റ്റ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ തിരിച്ചറിയാനുള്ള 5-ാമത്തെ അടയാളം. 5-ാം അധ്യായം 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. വിശ്വാസം തന്നെ. യേശു ദൈവത്തിൽ വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? ദൈവത്തിൽ നിന്ന് ജനിച്ചവന് ഒരു സ്നേഹത്തിന്റെ ജീവിതം ഉണ്ടായിരിക്കും. എ ലൈഫ് ഓഫ് ലവ്. 5-ാമത്തത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ തിരിച്ചറിയാനുള്ള 5-ാമത്തെ അടയാളം, അവനൊരു വിജയ ജീവിതം ഉണ്ടായിരിക്കും. എ ലൈഫ് ഓഫ് വിക്ടറി. കേട്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നവൻ എവിടെ പറഞ്ഞു? ലോകത്തെ ജയിക്കും. ലോകത്തെ മാത്രമാണ്. ഞാൻ സമയമില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പുസ്തകം മടക്കി. ഏതൊക്കെയാ ജയം? 1, പാപത്തെ ജയിക്കുക. ഏതാ പാപം എന്നറിയാമോ? നമ്മളിൽ അധിവസിക്കുന്ന പാപം. ദ ഇൻഡ്വെല്ലിംഗ് സിൻ. നമ്മളിൽ അധിവസിക്കുന്ന പാപം, അധിവാസിത പാപം. ദൈവമക്കൾ ജയിക്കേണ്ടത്. നമ്മൾ രാവിലെ ചിന്തിക്കുക, ശരീരം രൂപാന്തരപ്പെട്ടില്ല അല്ലേ?
ഇപ്പോഴും എന്തുണ്ട്? പരീക്ഷയുണ്ട് അല്ലേ? പ്രലോഭനമുണ്ട്. പരീക്ഷകളെ എന്ത് ചെയ്യുക? ജയിക്കുക. ഇത് ചെറിയ വിഷയമാണോ? ചെറിയ വിഷയമാണോ? എത്ര ദിവസത്തേക്കുണ്ട്? നിങ്ങൾ തന്നെ ഇരുന്ന് പഠിക്കണം കേട്ടോ. പിശാചിനെ ജയിക്കുക. പിശാച് കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളെ ജയിക്കുക. അവൻ ഉപയോഗിക്കുന്ന നമ്മുടെ ജഡത്തിൽ അധിവസിക്കുന്ന പാപത്തെയാണ് അവൻ നമ്മളെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. തീരണം, ജയിക്കണം. പിശാച് കൊണ്ടുവരുന്ന 3 പ്രലോഭനങ്ങൾ: കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇതിൻ്റെയൊക്കെ അർത്ഥമൊന്നും മിണ്ടുന്നില്ല കേട്ടോ. പലരും ധരിച്ചു വെച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. അതിനൊക്കെ മേലെയാണ് സംഭവം. സ്തോത്രം. ജീവനത്തിന്റെ പ്രതാപം ഒറ്റ നിമിഷം കൊണ്ട് ദൈവമാകുക. ഹവ്വാവ് ലിമിച്ചോട് പറഞ്ഞു, ഇത് തിന്നാൽ ആരോ ഒറ്റ നിമിഷം കൊണ്ട് ദൈവമാണ്. ഒറ്റ നിമിഷം കൊണ്ട് അംബാനിയാകണം. ഒറ്റ നിമിഷം കൊണ്ട് അദാനിയാകണം. എങ്ങനെ കാശുണ്ടാക്കാം? മാർഗം വിഷയമല്ല, പിന്നെ ലക്ഷ്യമാ പ്രധാനം. ജഗത്താൻ നിന്നെ കശക്കേറിയാണ് കേട്ടോ. പിശാചിനെ ജയിക്കുക. ഇനിയുണ്ടോ? 1 യോഹന്നാൻ 4 ദുരുപദേഷ്ടാക്കന്മാരെ ജയിക്കുക. ദുരുപദേശങ്ങളെ ജയിക്കണമെങ്കിൽ, ദുരുപദേഷ്ടാക്കന്മാരെ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വചനം പഠിക്കണം. അല്ല, വേറെ ഒരു പരിപാടിയില്ല. സ്തോത്രം. നമ്മൾ ജയിച്ചിരിക്കുന്ന മറ്റൊരു ജയം പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തട്ടെ. നമ്മളെല്ലാവരും ജയിക്കാനുള്ളവരാണ്. റോമലേഖനം 8-ാം അധ്യായം അവസാനിക്കുന്ന ഇവയിലൊക്കെ നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പൂർണ്ണ ജയം പ്രാപിക്കുക. ആത്യന്തിക ജയം ആഘോഷിക്കാൻ പോവുകയാണ്. സ്തോത്രം. മരിച്ച വിശുദ്ധരും ജീവനോടിരിക്കുന്ന ഭക്തന്മാരും എല്ലാം കൂടെ ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുമ്പോൾ അവരൊന്നിച്ച് വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, മുഴക്കുന്ന ഒരു വിജയഭേരിയുണ്ട്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? നമ്മൾ ജയിക്കാനായിട്ട് ജനിച്ചവരാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചപ്പോൾ നമ്മൾ ജയിക്കാനായി ജനിച്ചവരാണ്, തോൽക്കാൻ വേണ്ടിയുള്ളവരല്ല. യേശു ക്രിസ്തുവിന്റെ ജയം നമ്മുടേതാകട്ടെ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. ആ ജയം നമ്മുടെ ജയമായി മാറട്ടെ. ആ ജയാഘോഷം, സ്തോത്രം, ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. ആ ഘോഷസ്വരം നമ്മുടെ കൂടാരങ്ങളിൽ നിന്ന് ഉയരട്ടെ. കർത്താവിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.